ആ ചാണകത്തിന് പേസ്റ്റ് പോലെ ആക്കും. പിന്നെ ഇതില് ചേർക്കാൻ ഒരു പശ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മള് ഉമി വാങ്ങിച്ചിട്ട് ഉമിയില് ഇതാക്കിയിട്ട് ഇങ്ങനെ ഇതിൽ ചേർത്ത് ഇങ്ങനെ ഒട്ടിക്കുക. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിലിരിക്കുന്ന പശുക്കുട്ടിയെ വേണമെന്ന് ആഗ്രഹിച്ച് അത് സ്വന്തമാക്കിയ ഒരു വീട്ടമ്മേനെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പോൾ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി എയർപോർട്ടിനടുത്ത് മായ ചേച്ചിയുടെ അടുത്താണ്. മായ ചേച്ചി പശുവിൻ്റെ പാല് കൊണ്ട് വെണ്ണയും ചാണകം കൊണ്ട് ചിരാതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അതുകൂടാതെ ഈ പശുക്കുട്ടിയുടെ വിശേഷങ്ങളും നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഈ പശുക്കുട്ടിക്ക് എത്ര പ്രായമുണ്ട്? 3 മാസമായിട്ടുണ്ട്. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ റാത്തിയിൽ പൂങ്കാനൂർ സ്ഥലം കുത്തിവെച്ചത്? അതെ, ഞങ്ങൾക്ക് സ്ഥലപരിമിതി സ്ഥലപരിമിതി ഉണ്ട്. അപ്പൊ 5 സെന്റ് സ്ഥലത്ത് ആ വീടും കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലത്ത് ഞങ്ങൾ തൊഴുത്ത് ഉണ്ടാക്കിയേക്കണേ. അപ്പൊ അവിടേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ദിനം പശുവിലെ പറ്റുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് ആ സൗകര്യത്തിന് വേണ്ടിട്ട് പൂങ്കാനൂര്. പിന്നെ അതിനോടുള്ള ഇഷ്ടമാണ്. ഇതിനെ മേയ്ക്കാനും സുഖല്ലേ, കാണാനും ഭംഗിയാണ്. ഇത്തരത്തിൽ പൂങ്കാനൂർ സെലക്ട് ചെയ്യാനായിട്ട് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? പ്രധാനമന്ത്രി മോദിജിയുടെ അടുത്തൊരു പശുക്കുട്ടീനെ കണ്ടു. അപ്പൊ അതിനോടുള്ളൊരു താല്പര്യം നമുക്ക് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞത് കുത്തിവെക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ ഇവളുടെ അമ്മ റാത്തി താർപാർക്കർ ഇനത്തിൽപ്പെട്ടത് ഒരു ഇതാണ്, പശുവാണ്. അപ്പം ഞങ്ങൾ ഇത് കുത്തിവെച്ചപ്പോ ഉണ്ടായ കുട്ടിയായത്. ഇതാണ് നമ്മുടെ കുട്ടി. അപ്പൊ ഇവളുണ്ടായപ്പോ ഫസ്റ്റത്തെ ഒരു അനുഭവം, ആദ്യത്തെ കുട്ടിയല്ലേ പൂങ്കാനൂർ കുട്ടിയല്ലേ? പൂങ്കാനൂരായത് അതിന്റെ അനുഭവം ഒന്ന് പറയാമോ? കുറച്ച് നാൾ ഞങ്ങളിങ്ങനെ പ്രസവിക്കുന്ന ഡേറ്റ് ഇങ്ങനെ കഴിഞ്ഞു. 5-6 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവള് പ്രസവിച്ചത്. അപ്പൊ നമുക്ക് ഒരു പേടി. നേരത്തെ പേരെ കണ്ടുപിടിച്ചായിരുന്നു? പേരില്ല, ഞാൻ ആ പ്രസവിച്ച് കഴിഞ്ഞപ്പോ തന്നെ ചെവിയിൽ ചെന്ന് നന്ദിനി എന്ന് വിളിക്കുമായിരുന്നു. 3 പ്രാവശ്യം വിളിച്ചു. അപ്പൊ നന്ദിനി പേരിട്ടേക്കണേ. വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരുമൊക്കെ ചെയ്യും. ഉമ്മ വരാൻ പറഞ്ഞു ഉമ്മക്ക് തരും. ചുഞ്ചിരി ആട്ടെ, ചുഞ്ചിരി മോളാണ്. കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, പൊട്ടൊക്കെ കുത്തിയിട്ടുണ്ടല്ലോ. ഞാനിപ്പോ കുറച്ച് സമയമായുള്ളൂ ഇവിടെ അടുത്ത് വന്നിട്ട്. പക്ഷെ നല്ല ഇണക്കമുണ്ട് കേട്ടോ. ആ പ്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര ഹൈറ്റ് ഉള്ളൂ. ഇനി വലുതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ. അതാ ഇവിടെ ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അവിടെ നിർത്തുന്നേ എന്താ. പിന്നെ മാല ഇട്ടിട്ടുണ്ട് എന്താ ചുഞ്ചിരി. ഇതെന്നും ഇങ്ങനെ ചെയ്യോ? കണ്ണെഴുതി പൊട്ട് തൊട്ട് കൊടുക്കും. സ്ഥിരം മാല ഇട്ടേക്കും. ചേച്ചിയാണ് മാല ഉണ്ടാക്കിയതാണോ അതോ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാ? അല്ലേ അല്ലെ സാധാരണ നമ്മള് വെറുതെ വളർത്തുള്ളൂല്ലോ. അയ്യോ ഭയങ്കര താല്പര്യം. അവിടുന്ന് അമ്മ നോക്കണ്ട. അതാണ് റാത്തിയുടെ ക്രോസ് ആട്ടോ. അത് ഏതൊക്കെ ഉണ്ടായിപ്പോലും ഞാൻ പറഞ്ഞു ഭയങ്കര അത്ഭുതമായിരിക്കുമല്ലോ. ഇത്ര അല്ലായിരിക്കുമല്ലോ, തീരെ കുഞ്ഞായിരുന്നു. അപ്പൊ ചേച്ചിയാണ് അതിന്റെ പ്രസവങ്ങളും കാര്യങ്ങളും ഒക്കെ. പ്രസവം രാവിലെ തന്നെ വെളുപ്പിന് ഒരു 5:30 ആയപ്പോഴും പ്രസവിച്ചത്. അപ്പൊ ഞങ്ങള് കുറെ ദിവസം ഇങ്ങനെ നോക്കിയിരുന്നു ഇങ്ങനെ പ്രസവിക്കും ഓർത്തിട്ട്. ഡേറ്റ് കഴിഞ്ഞ 5ാമത്തെ ദിവസം പ്രസവിച്ചവള്. പ്രസവം അപ്പൊ ശരിക്കും കുഴപ്പമൊന്നും ഇല്ലാണ്ട് പ്രസവിച്ചു. പ്രസവിച്ചത് തന്നെയാണ് ഈ പേര് വിളിച്ചത്. ചേച്ചിയോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്? അതോ എല്ലാരോടും ഉണ്ട്, വീട്ടിലെല്ലാരോടും. വീട്ടിലെ പട്ടിക്കുട്ടിയോട് വരെ ഉണ്ട്. അതെയോ? അപ്പൊ ഇവിടെ അകത്തൊക്കെ കേറുവോ? സാധാരണ നമ്മള് ഇതുപോലത്തെ പശുക്കുട്ടിയെ വളർത്തുന്നത് എന്താ പറയാ, പെറ്റായിട്ട് വീടിന്റെ അകത്ത് കയറ്റി ഓമനിച്ച് ഒരുമിച്ച് കിടന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ? കിടക്കാനായിട്ട് അങ്ങനെ വലിയ ഇതില്ല. എന്നാലും അകത്തൊക്കെ വരും. ചപ്പാത്തിയാണ് ഇഷ്ടമുള്ള സാധനം. ചപ്പാത്തി കൊടുക്കോ? ചപ്പാത്തി എങ്ങനെ ഒരെണ്ണം കൊടുക്കുക? എങ്ങനെ? 1.5 ചപ്പാത്തി തിന്നും. നമ്മള് രാവിലെ ഫുഡ് കഴിക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ വന്നിരിക്കും. അവൾക്ക് ഞാൻ വേറെ ഉണ്ടാക്കി വെച്ചേക്കും. വേറെ സെപ്പറേറ്റ് ഇച്ചിരി ബട്ടറൊക്കെ വെച്ചിട്ട്. വളരെ രുചിയുള്ള ഭക്ഷണം കൊടുക്കണം. അതെ, ഇത്തിരി ബട്ടർ അവളുടെ അമ്മയുടെ പാലിൽ തന്നെ എടുക്കുന്ന ബട്ടർ, അതിൽ നിന്നാണ് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ പൂങ്കാനൂർ പശുക്കുട്ടിയുടെ പ്യൂരിറ്റി എന്തോരം നമുക്ക് നോക്കണ്ട. അതാ ഹൈറ്റ് ഇത്ര ഉള്ളൂ. 3 മാസം ആയതുള്ളൂ. ഇതിന്റെ തുണി എടുത്ത് മാറ്റട്ടെ ഞാൻ. ഇതിന്റെ ഉടുപ്പൊക്കെ നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇതാ പിടിച്ചു. പിന്നെ അതെ എന്താ ഇതിന്റെ ഫ്രണ്ട് വൈറ്റ് കളറാണ്. എന്താ കണ്ണെഴുതിയതുണ്ടോ നോക്ക്. അല്ലാതെ തന്നെ ഇവര് ഓൾറെഡി കണ്ണെഴുതിയിട്ടുണ്ട്. എന്നാലും ഒരു ജനിച്ചപ്പോൾ ഉള്ള ഒരു പ്രത്യേകത ഇല്ല, കണ്ണിന്റെ പ്രത്യേകത. പിന്നെ വളരെ ഹൈറ്റ് കുറവാണ്. പിന്നെ മുട്ടിന് കറുപ്പ് വന്നിട്ടുണ്ട്. എന്താ കാലിന്, അതിന്റെ കുളമ്പ് നോക്കി കാലിന്. പിന്നെ ബാക്ക് സൈഡാണ് നോക്കും. ബാക്ക് സൈഡ് ഉരുണ്ടതാണ്. പിന്നെ വാല് ഇത്രയേ ഉള്ളൂ, ഇത്ര ഇറക്കമുള്ളൂ. പിന്നെ അതുകൂടാതെ എൻ്റെ ഫ്രണ്ട് വശം
ഐശ്വര്യമുള്ള മോന്തിയാട്ടാ. എൻ്റെ ആ കറുത്തന്നെ ബ്ലാക്ക് കളർ നമ്മള് പടത്തിലൊക്കെ ശ്രീകൃഷ്ണന്റെ കൂടെ നിൽക്കണ അതേ ഒരു പശുക്കുട്ടിയെ പോലെ ഇരിപ്പുണ്ട് കേട്ടാ. അയ്യോടാ, സാധാരണ ഞാൻ ഇങ്ങനെയുള്ള പശുക്കുട്ടികൾ അധികം എടുക്കാം, കാരണം അമ്മ സമ്മതിക്കാറ്. പക്ഷെ ഇവള് പാവാട്ടാ, ശുഞ്ചിരിയാട്ടാ. ഇതണ്ട ഇതിൻ്റെ ആ താട നോക്കി, മാലൊക്കെ ഇട്ട് അടിപൊളിയായിട്ടിട്ട്. പിന്നെ ഇതിൻ്റെ അതിൻ്റെ ഒരു നെറ്റ് നോക്കിയാണ് ഉരുണ്ടിരിക്കണം, അതിൻ്റെ ചെവിയൊക്കെ നോക്കി. ചേച്ചി ഈ പശുക്കുട്ടിയെ പലരും കണ്ടിട്ട് ഞാൻ ഇത്ര രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാ? കാരണം ഇവള് കാണുമ്പോൾ ഭയങ്കര സുന്ദരിയല്ലേ. ഇവിടെ ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടോ? കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ ഇതില് ഈ വഴിയെ പോണവരൊക്കെ നോക്കിട്ടേ പോളൂ. അതെയാ? നോക്കി ഒന്ന് തൊട്ട് നോക്കിട്ടേ പോവുള്ളൂ. ഇവളെ തൊടാൻ തന്നെ നല്ല രസമായിട്ടോ. ഇതിന്റെ ആ വിരിവും ഒക്കെ കാര്യങ്ങളുണ്ടാ, ഉരുണ്ടിരിക്കണം വാക്ക്. ചേച്ചി ഇതിന് കൊടുക്കുന്നുണ്ടോ? ഇവളെ കൊടുക്കില്ല. ഇല്ലേ? ആശിച്ചു പോയി. അത്രയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചെടുത്തിട്ട് കിട്ടിയതാ. എന്ന് വെച്ചാൽ എനിക്ക് ആദ്യത്തെ ഒരു മറ്റേ ആൺകുട്ടി ആയിരുന്നു കൊണ്ട് അതിന് കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇത് പിന്നെ പെൺകുട്ടി ആവണേന്ന് ഞാൻ പ്രാർത്ഥിച്ച ഒരുപാട് നേരത്തേക്ക് നിന്നിട്ട് എനിക്ക് അത് അത്രയും താല്പര്യത്തോട് വളർത്തണം. അതുകൊണ്ട് നമ്മൾ കൊടുക്കൂല. അത്ര കിട്ടിയാലും കൊടുക്കില്ല. പ്രത്യേകിച്ച് പെൺകുട്ടിയും കൂടിയാണ് അല്ലേ? ഇവള് രാവിലെ തന്നെ കുളിപ്പിക്കൂലേ? കുളിപ്പിക്കും. എല്ലാ ദിവസവും ഇല്ല, ഒരു 3 ദിവസം കൂടുമ്പോ. ഇതിപ്പോ റാത്തിക്ക് രണ്ടാമത്തെ കുട്ടിയല്ലേ? ഫസ്റ്റത്തെ ആൺകുട്ടിയായിരുന്നല്ലേ? ആൺകുട്ടി. അവനെന്ത് ചെയ്ത്? അവന് സെമൺ എടുക്കാൻ വേണ്ടിട്ട് ഒരാൾക്ക് കൊടുത്തു. അതിപ്പോ ഉണ്ടെന്ന് പറഞ്ഞ ഇരിങ്ങാലക്കൂടെ അങ്ങാണ്ടാണ് കൊണ്ടുപോയിക്കണേ. അവനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നല്ലേ? ഓക്കെ. അവന് കൊടുത്തു കഴിഞ്ഞപ്പോ ചേച്ചിക്ക് ഒരു പൂങ്കാനൂർ കുത്തി വെച്ച് അതിന് ഒരു പെൺകുട്ടിയാണെന്ന് ചേച്ചി ആഗ്രഹവും പ്രാർത്ഥന പോലെ തന്നെ ഒരു നല്ലൊരു പൂങ്കാനൂർ പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. റാത്തി പശു ഞങ്ങൾക്ക് നേരത്തെ ഉള്ളതാണ്. പിന്നെ അവളോട് ഇഷ്ടം, അവള് ചെറുതായപ്പോ എന്താ 1 വയസ്സായപ്പോ എന്താ. അതെയോ? പിന്നെ ഇതിന്റെ കുട്ടി എന്ന് പറയുന്നത് ഇവള് ചെറുത്, അപ്പൊ നമുക്ക് കളിപ്പിക്കാനൊക്കെ ഇഷ്ടമാണ്. ഓടി നടക്കണ ഭയങ്കര ഭംഗിയാ. ഓടി നടക്കാൻ ഭയങ്കര ഭംഗിയാ. പിന്നെ ഇവളുടെ അമ്മയുടെ പാല് എന്ന് വെച്ചാൽ ഭയങ്കര കൊഴുപ്പ് കൂടിയ ഏറ്റവും മിൽക്കല്ലേ. അപ്പൊ അതിനും കൊണ്ട് ഞാൻ പലതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബട്ടർ ഉണ്ടാക്കും, നെയ്യ് ഉണ്ടാക്കും, പനീർ ഉണ്ടാക്കും. പിന്നെ പാല് കുറച്ച് വീടുകളിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യണു. ചെറിയൊരു വരുമാനം. ഇവിടെ ഇങ്ങനെ അഴിച്ചു വിടുക ചേച്ചി? അതെങ്ങനെയാ? അഴിച്ചുവിട്ടേക്കും. രാവിലെ ഞാൻ കറന്ന് കഴിയുമ്പോ 6 മണിയാകുമ്പോഴും കറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവള് കുറച്ചു നേരം പാല് കുടിച്ചിട്ട് അഴിഞ്ഞ് നടക്കും. അവിടെയൊക്കെ അകത്തൊക്കെ കയറും, മുറ്റത്തൊക്കെ നടക്കും കുറച്ച്. പിന്നെ ഞങ്ങളൊരു 7:30 ആകുമ്പോഴേക്കും ഇവിടെ കൊണ്ട് കെട്ടും. ഈ പാടത്തൊക്കെ കെട്ടി കുറച്ച് കഴിഞ്ഞ് ഒരു 11 മണിയാകുമ്പോഴേക്കും കഴിച്ചുകൊണ്ട് പോകും. പിന്നെ വെള്ളം കൊടുക്കും. ഇവള് കുറച്ച് പാലും കൂടി കുടിച്ചിട്ട്. എപ്പോഴും വീടിന്റെ ഉള്ളിലാണോ അതോ പുറത്താണോ എപ്പോഴും ഉള്ളത്? ഇല്ല, അമ്മയുടെ അടുത്ത് തന്നെ. ഫാനുള്ള കാരണം കൊണ്ട് അതിന്റെ അടിയിൽ ഒന്ന് കിടന്നോളും. ഇവിടെ പശുക്കൾക്ക് ഫാൻ വരെ ഇട്ടിട്ട് സാധാരണ ഇടാറുണ്ട്, എന്നാലും ഇത് പ്രത്യേകിച്ച് ഒരു പരിഗണന അല്ലേ? ചേച്ചി ഈ പശുക്കുട്ടി ചേച്ചിയുടെ ജീവിതത്തിൽ വന്നപ്പോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട്. എനിക്കൊരു നല്ലൊരു പെറ്റ് പട്ടിക്കുട്ടിയുണ്ട്. അവനും ഇവള് ഭയങ്കര കമ്പനിയാ. കടിപിടി കണ്ടില്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ, ഇവര് തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റാ. ഇവിടെ വീട്ടില് ഇങ്ങനെ വാതിൽ നമ്മള് ഗേറ്റ് തുറക്കുമ്പോഴേക്കും കരയും. ഇവരുടെ സൗണ്ടിൽ കരയുമല്ലോ. പിന്നെ പട്ടിക്കുട്ടിനായിട്ട് ഭയങ്കര കളി ഒക്കെയാ. ഇത് പൂങ്കാനൂർ പശുക്കുട്ടിയുടെ ഉടുപ്പാണ് അല്ലേ? ഉടുപ്പെന്ന് പറയും. ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് നേരം ഇടും. ഉടുപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു തോർത്ത്, ഒരു ടർക്കി പോലത്തെ സാധനം. ഇവിടെ ഇങ്ങനെ ഇടുമ്പോ തന്നെ അതാ അത് കണ്ടോ, ഞാൻ ഓടുമെന്നറിയില്ല. ഇതാ നല്ല രസമാണ്. എന്താ അടങ്ങി ഇപ്പുണ്ട് കേട്ടോ. സാധാരണ ഭയങ്കര ഓട്ടോ, പാവാട്ടോ ഇത്. ചേച്ചി നാടൻ പശുവിന്റെ ഈ ചാണകം വെച്ച് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കാറ് സാധാരണ ഉണ്ടാക്കാറുണ്ട്? ചേച്ചി ഇവിടെ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ചിരാത് കുറച്ചുണ്ടാക്കി. ചിരാത് അതെങ്ങനെ അച്ചുണ്ടോ സംഭവം? അച്ചില്ല, ഞാൻ അച്ഛന് ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പം ചിരാതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് വേറൊരു ചിരാത് ഉള്ളിൽ വെച്ചിട്ട് അതിങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കിയതായിരുന്നു ദീപാവലിക്ക് എത്തിക്കാൻ വേണ്ടിട്ട്. അതെ, നമ്മുടെ വീട്ടാവശ്യത്തിനല്ലേ. പിന്നെ മറ്റേ തിരി ഉണ്ടാക്കും, തിരി പോലെ കത്തിക്കാൻ വേണ്ടിട്ട് പുകച്ചിട്ട് അതിന്റെ ഉള്ളിൽ കർപ്പൂരം വെച്ചിട്ട് കത്തിക്കാൻ വേണ്ടിട്ട് കുറച്ചുണ്ടാക്കി. കുഴപ്പമില്ല, നമ്മൾ കർപ്പൂരം വെച്ച് കൊടുത്താൽ മതി. നമ്മൾ പുറത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അച്ചു വന്നിട്ടില്ല. അച്ചു വരുവാണെങ്കിൽ ഞാൻ എന്തായാലും ഉണ്ടാക്കി അത് സെയിൽ ചെയ്യും. അപ്പൊ പൂങ്കാനൂർ പശുവിന്റെ ചാണകം കൊണ്ട് ചിരാത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ചെയ്ത് നമുക്കത് കാണിച്ചു തരും. അപ്പൊ ഇതാണ് സംഭവം അല്ലേ? ഇത് ചിരാത് ഞാൻ ഇതിൽ വെച്ചിട്ട് കുറച്ചിങ്ങനെ വെച്ചിട്ട് ഇത് വേറെ ഒരെണ്ണം വെച്ച് അമർത്തിയിട്ട് ഒന്ന് വെയിൽ ഒളിച്ചിട്ട് എടുക്കുക ചെയ്യണേ. അങ്ങനെ അല്ലാതെ ഇതിന്റെ അച്ച് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യണത് കുറച്ചുണ്ടാക്കി നമ്മുടെ കൈ കൊണ്ട്. അപ്പൊ അതെ, കൈ കൊണ്ട് ഇങ്ങനെ ചാണകം ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം കേട്ടോ. ആ ചാണകത്തിന് ഒരു പേസ്റ്റ് പോലെ ആക്കും. പിന്നെ ഇതില് ചേർക്കാൻ ഒരു പശ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഉമി വാങ്ങിച്ചിട്ട് ഉമിയിൽ ഇതാക്കിയിട്ട് ഇങ്ങനെ ഇതിൽ ചേർത്ത് ഇങ്ങനെ ഒട്ടിക്കുക ചെയ്യണേ. ഇങ്ങനെ ഒട്ടിച്ചിട്ട്
ഇതും കൂടി കൂട്ടി അമർത്തും. എന്നിട്ട് കുറച്ച് സമയം വെയിലത്ത് വെക്കുമ്പോൾ ഇതിങ്ങനെ വിട്ടു പോകുന്നോളും. ചെറിയൊരു പശ ചേർക്കണം, വേറൊരു പശ ചേർക്കണം. അപ്പോൾ ഇത് നമ്മൾ ഷേപ്പ് ചെയ്ത് കിട്ടും. നമ്മൾ ഒന്ന് വാടി കഴിയുമ്പോൾ ഒന്ന് എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഉരച്ചാൽ മതി, അപ്പം അത് ശരിയായി കിട്ടും. പിന്നെ ഇതിപ്പോൾ ഞാനിത് ഊരിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വിട്ടു പോരുമായിരിക്കും. ഒന്ന് കൈ കൊണ്ട് നമ്മൾ ഒന്ന് ആക്കി കൊടുത്താൽ മതി, അപ്പോൾ ശരിയാതായിക്കോളും. പശ ചേർക്കണം കേട്ടോ, വെറുതെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരു വിരൽ കൊണ്ട് ഒരു കുഴിയാക്കി കഴിഞ്ഞ് വിട്ടു പോകുന്നുള്ളൂ. എന്നിട്ട് കത്തിക്കണം അല്ലേ? അതെ അതെ. അപ്പൊ ഇതിന്റെ ഒപ്പം അതങ്ങനെ കത്തിപ്പൊക്കോളും. അതെ അല്ലേ? നമ്മള് ദീപാവലിക്കും കത്തിച്ചായിരുന്നു, കുറച്ചുണ്ടാക്കി. ഒരുപാട് ഉണ്ടാക്കിയില്ല, ഒരു 25 എണ്ണത്തോളം ഉണ്ടാക്കിയുള്ളൂ. അതെ അല്ലേ? വേണം ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും ചാണകം എടുക്കുക, ചെറിയൊരു ചെറിയത് കിട്ടുള്ളൂ. കുറച്ച് എണ്ണ ഒഴിക്കുക, കത്തിക്കുക. എണ്ണ നെയ്യോ എന്തെങ്കിലും. അതെല്ലേ? ഞാൻ നെയ്യ് ഒഴിച്ച കത്തിച്ചേ. അതെ. ഇത് വേറെ ഒരു പൗഡറും ചേർക്കണില്ല? ഒരു പശ വാങ്ങാൻ കിട്ടും. സ്മെല്ലിന്റെ ആവശ്യമില്ല. അത് നമ്മള് മറ്റേ ധൂപത്തിരി പോലെ ഉണ്ടാക്കില്ലേ, അതിനാണ് നമ്മള് നാൽപ്പാമരം ചേർക്കണേ. അതിലാണ്ട് ഒരു കർപ്പൂരം വെച്ചു കൊടുക്കും കത്തിക്കാൻ നേരത്ത്. അത് ഞാൻ സിറിഞ്ചിലാണ് ഉണ്ടാക്കണേ. അതാ കാണിച്ചു തരാം. ചേച്ചിയുടെ കയ്യിൽ ചാണകം നോക്കോ. അത് ഞാനിങ്ങനെ സിറിഞ്ചിലെടുത്തിട്ട് ഒന്ന് നനച്ചിട്ട് ഇതങ്ങട് ഒരുപാട് ഇങ്ങനെ അമർത്തി ഇങ്ങോട്ട് വെക്കാം. ഇത്ര വലിയ സിറിഞ്ച് വേണ്ട, ചെറിയ സിറിഞ്ച് മതി. എൻ്റെ ചെറിയ സിറിഞ്ച് ഇല്ല, അപ്പൊ ഇത് ഇങ്ങനെ നിറച്ച് വെക്കും. നമ്മള് നിറയ്ക്കാനുള്ള ചാണകം ഇല്ല ഇപ്പൊ ഇവിടെ. വീട്ടിലുണ്ട് ചാണകം. അപ്പൊ ഇതിങ്ങനെ നിറച്ചിട്ട് നമ്മളിതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് സിറിഞ്ച് ഇങ്ങനെ തള്ളും. അപ്പൊ ഇങ്ങനെ തിരി പോലെ വരും. ചെറിയ സിറിഞ്ച് ആയിരിക്കണേ, വണ്ണം കുറഞ്ഞ സിറിഞ്ച് ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിപ്പോ ഒരുപാട് വീതിയിൽ വരും. ഇതിപ്പോ ഞാൻ വലിയ സിറിഞ്ച് ഉണ്ടായുള്ളൂ. നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഒരു കർപ്പൂരം, ഇതിൽ നാൽപ്പാമരം ചേർത്തിട്ട് കുഴക്കണം. നാൽപ്പാമര പൊടി, അപ്പോഴും മണം കിട്ടും. പിന്നെ ഇവിടെ മുകളിലൊരു കർപ്പൂരം വെച്ച് കഴിഞ്ഞാൽ മൊത്തം കത്തിക്കോളും. അതെല്ലേ? നല്ല ഐഡിയ കേട്ടോ. നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, സെയിലും ചെയ്യാം. അതെ. അപ്പൊ ഇത്തരത്തില് തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടോ? സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ. അതെയാ? അതിനുവേണ്ടി ഞാൻ ദീപാവലിക്ക് തുടങ്ങണമെന്ന് വെച്ച്, അപ്പൊ പക്ഷെ ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല, അതിന്റെ അച്ച് കിട്ടിയില്ല. അപ്പൊ അല്ലെങ്കിൽ ഞാൻ നേരത്തെ തുടങ്ങിയേനെ. ഇങ്ങനെ ചെറുതാക്കിയൊക്കെ ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ എത്തിക്കാലോ, അതിന് വേണ്ടിട്ട് ചെയ്യുന്നുണ്ട്. ചേച്ചി അപ്പൊ ഇതൊക്കെ എങ്ങനെ പഠിച്ചു ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ? ആലുവയിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു ഒരു കാര്യാലയത്തില്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയിപ്പോ പഠിച്ചതാണ്. അവര് പ്രാക്ടിക്കലായിട്ടൊന്നും കാണിച്ചു തന്നില്ല, പക്ഷെ നമ്മളോട് പറഞ്ഞു. ആ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് ഞാനിവിടെ വന്നതാ. പ്രാക്ടിക്കൽ ക്ലാസ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഉണ്ടാവുന്ന അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പോണെന്ന് ഞാൻ താല്പര്യപ്പെട്ട് നിൽക്കുവാണ്. ഇതിന്റെ മാർക്കറ്റ് എങ്ങനെ നമ്മൾ കണ്ടെത്തി? മാർക്കറ്റ് ഓൺലൈൻ വഴി കണ്ടെത്തണം, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അങ്ങനെ ഓരോ ഇതായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കണം. നമ്മൾ സ്വന്തമായിട്ടെല്ലാം നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മായ ചേച്ചിയുടെ പൂങ്ങാനൂർ ഇനത്തിൽപ്പെട്ട പശുക്കുട്ടിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.